ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ്. ഇന്ന് ഹാർമണി എന്നാണ് 3-ാമത്തെ യൂണിറ്റിൻ്റെ നെയിം. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഞാൻ എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് 9 വരെ 9-ാമത്തെ ആക്ടിവിറ്റി വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് കൂടി നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 10, ഒബ്സർവ് ദി ബേർഡ്സ് അറൗണ്ട് യു ആൻഡ് പ്രിപ്പയർ എ ബേർഡ് വാച്ചിങ് ഡയറി ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങളുടെ ചുറ്റുമുള്ള അറൗണ്ടുള്ള ബേർഡ്സിനെ നിരീക്ഷിക്കാനാണ്, ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. എന്നിട്ട് എന്താണ്, ഒരു ബേർഡ് വാച്ചിങ് ഡയറി ബേർഡിനെ നിരീക്ഷിച്ചിട്ട് വാച്ച് ചെയ്യാം, നോക്കുക. എന്നിട്ട് ഒരു ഡയറി പോലെ എഴുതാനാണ് പറഞ്ഞത് നോട്ട് ബുക്കിൽ. അപ്പോൾ മൈ ബേർഡ് വാച്ചിങ് ഡയറി എന്ന് ഹെഡ്ലൈൻ കൊടുക്കുക. എന്നിട്ട് ഡേറ്റും ടൈമും, നിങ്ങൾ എന്നാണ് ഈ ബേർഡിനെ വാച്ച് ചെയ്ത ഡേറ്റ് ഉണ്ടാവില്ലേ, ആ ഡേറ്റും ആ ടൈമും ആ സമയവും എഴുതുക. നെയിം ഓഫ് ദി ബേർഡ്, ഏത് ബേർഡാണെന്ന് എഴുതുക. ഏത് ബേർഡാ? ഫസ്റ്റ് നമ്മൾ ക്രോ കാക്കയാണ് കണ്ടതെങ്കിൽ നിങ്ങൾ കണ്ടത് ആ കാക്ക, ക്രോ എന്ന് എഴുതുക. കളർ എന്താണ്, കാക്കയുടെ കളർ എന്താണ്? ബ്ലാക്ക്. സൈസ് എങ്ങനെയാണ്? ബിഗ് ആണോ, മീഡിയം ആണോ, സ്മോൾ ആണോ? നിങ്ങൾ കണ്ട കാക്കയുടെ സൈസ് എങ്ങനെയാണ്? സ്മോൾ ആണെങ്കിൽ സ്മോൾ, ബിഗ് നല്ല വലുതാണെങ്കിൽ ബിഗ് എന്ന് എഴുതുക. ഈ ആക്ഷൻസ് ഫ്ലൈയിങ്, സിംഗിങ്, ഡൈവിങ്, ഈറ്റിങ്, നെസ്റ്റിങ് നിങ്ങൾ കാക്കയെ കാണുമ്പോൾ കാക്ക എന്താണ് ആക്ഷൻ, എന്താണ് ചെയ്തിരുന്നത്? പറക്കുകയായിരുന്നോ? പറക്കുകയാണെങ്കിൽ ഫ്ലൈയിങ് എഴുതുക. നെസ്റ്റിങ് കൂട് കൂട്ടുകയായിരുന്നെങ്കിൽ നെസ്റ്റിങ് എഴുതുക, കൂട് കൂട്ടുകയായിരുന്നു എന്ന് എഴുതുക. ഈറ്റിങ്ങിലെ തിന്നുകയാണെങ്കിൽ തിന്നുക എന്ന് എഴുതുക. ഈറ്റ് ചെയ്യുകയായിരുന്നു, ഈറ്റിംഗ് എഴുതുക. എന്താണ് ആ കാക്കയുടെ പ്രവൃത്തി, ആക്ഷൻ എന്താണെന്നുള്ളത് ഇവിടെ എഴുതുക. വേർ ഡിഡ് യു സീ, നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടത്? എവിടെയാണ് ആ കാക്ക ഉണ്ടായിരുന്നത്? ഓൺ ദി ട്രീ, മരത്തിൻ്റെ മുകളിൽ നിന്നാണോ നിങ്ങൾ നോക്കിയപ്പോൾ? മരത്തിൻ്റെ മുകളിലാണെങ്കിൽ ഓൺ ദി ട്രീ എന്ന് എഴുതുക. അല്ലെങ്കിൽ ഓൺ ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ നിലത്താണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ ദി പോണ്ട്, പോണ്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ ബിസൈഡ് മൈ ഹോം, നിങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങൾ കണ്ടത്? ട്രീമലാണെങ്കിൽ ഓൺ ദി ട്രീ എന്ന് ഇവിടെ എഴുതുക. ഒരു തത്ത, പാരറ്റിനെയാണ് കണ്ടതെങ്കിൽ പാരറ്റ് എന്നില്ലേ ബേർഡിൻ്റെ നെയിം എഴുതുക. നെയിം ഓഫ് ദി ബേർഡ് പാരറ്റിനാണെങ്കിൽ പാരറ്റ് എന്ന് ഇവിടെ എഴുതുക. ഡേറ്റും ടൈമും ഇവിടെ എഴുതുക. ഏറ്റവും ഫസ്റ്റ് ഡേറ്റും ടൈം, എപ്പോഴാണ് നിങ്ങൾ കണ്ട ഡേറ്റ്, എപ്പോഴാണ് നിങ്ങൾ കണ്ട ടൈം, സമയം എഴുതുക. പാരറ്റിൻ്റെ കളർ എന്താണ്? ഗ്രീൻ എഴുതുക. പാരറ്റിൻ്റെ സൈസ് എങ്ങനെയാണ്? സ്മോൾ അല്ലെ മീഡിയം, ഏത് സൈസിലുള്ളതാണ് നിങ്ങൾ കണ്ടത് ആ സൈസ് എഴുതുക. പിന്നെ ആക്ഷൻസ്, അതെന്തെടുക്കുകയായിരുന്നു? ഫ്ലൈ ചെയ്യായിരുന്നു, അല്ലെ സിംഗിങ്, പാടുകയായിരുന്നോ? നിങ്ങൾ കണ്ടപ്പോൾ എന്താണ് അത് എഴുതുക. നിങ്ങൾ എവിടെയാണ് കണ്ടത്? ഓൺ ദി ഗ്രൗണ്ട് ആണോ, ഓൺ ദി ട്രീ ആണോ? എവിടെയാണ്? ട്രീയിലാണെങ്കിൽ അത് എഴുതുക. നെക്സ്റ്റ് വേറൊരു ബേർഡിൻ്റെ നെയിം എടുക്കുക. വേറെ ഏതാണ്? ഒരു ഡോവ് പ്രാവ്, പ്രാവിൻ്റെ കളർ എന്താണ്? വൈറ്റ് ആണ്. ഡേറ്റും ടൈം എഴുതുക. അതേപോലെ അതിൻ്റെ സൈസ്, ആക്ഷൻ, പ്രാവ് എന്താക്കുകയായിരുന്നു? തിന്നുകയാണെങ്കിൽ ഈറ്റിംഗ് എഴുതുക. നിങ്ങൾ കാണുമ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾ കണ്ടത് അത് ഇവിടെ എഴുതുക. റീഡ് ആൻഡ് റീജോയ്സ്. ഹൂ ഈസ് സ്ട്രോങ്ങർ ആരാണ് സ്ട്രോങ്ങർ, നല്ല ശക്തിയുള്ളത്, കരുത്തുള്ളത് ആർക്കാണെന്നുള്ള ചെറിയൊരു കഥ പോലെ നമുക്ക് റീഡ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. വൺ ഡേ ദി സൺ ആൻഡ് ദി വിൻഡ് വേർ ആർഗ്യൂയിങ് അബൌട്ട് ദർ സ്ട്രെങ്ത്. ഒരു ദിവസം വൺ ഡേ ദി സണ്ണ് സൂര്യനും ദി വിൻഡ് കാറ്റും എന്താണ് ആർഗ്യൂ ചെയ്യുകയാണ്, തർക്കിക്കുകയാണ് അവരുടെ സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടാണ്. അബൌട്ട് ദർ സ്ട്രെങ്ത്, അവരുടെ ശക്തിയെ കുറിച്ചിട്ടുള്ള തർക്കമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ വിൻഡ്, നമ്മുടെ കാറ്റ് എന്താണ് പറയുന്നത്? ലുക്ക് ഐ ആം സ്ട്രോങ്, നോക്കൂ ഞാൻ എന്താണ് സ്ട്രോങ് ആണ്, നല്ല ശക്തിയുണ്ട് എനിക്ക് ഐ ക്യാൻ ബ്ലോ എവേ എനിത്തിങ്, എനിക്ക് എന്താണ് പറപ്പിക്കാൻ കഴിയും. ബ്ലോ എവേ പറത്ത് വിടാൻ കഴിയില്ലേ, കാറ്റാണല്ലേ, എന്തിനേയും പറത്താൻ എനിക്ക് കഴിയില്ലേ, ഊതി വിടാൻ എനിക്ക് കഴിയും എന്ന് പറയാണ്. അപ്പോൾ സൺ എന്താണ് പറയുന്നത്? നോ ഐ ആം സ്ട്രോങ്ങർ ദാൻ യു, നോ അല്ല, ഞാനാണ് നിന്നേക്കാളും സ്ട്രോങ്ങർ ശക്തിയുള്ളത് എനിക്കാണ്. ഐ ക്യാൻ മേക്ക് എവ്രിതിങ് വാം, എനിക്കെന്താണ് എല്ലാ സാധനങ്ങളും എവ്രിതിങ് എല്ലാം എന്താണ് വാം ചെയ്യാൻ, കത്തിക്കാൻ കഴിയും എല്ലാത്തിനും ചൂടാക്കാൻ കഴിയും, വാമാക്കിയിട്ട് എല്ലാം ചൂടാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അപ്പോൾ ഞാനാണ് നിന്നേക്കാൾ സ്ട്രോങ്ങർ, നല്ല ശക്തിയുള്ളത് എനിക്കാണെന്ന് പറയാണ് നമ്മുടെ സണ്ണ്, സൂര്യൻ. ദേ സോ എ മാൻ വാക്കിംഗ് അവരെന്താണ് ഒരാൾ നടന്നു പോകുന്നത് കണ്ടു അപ്പോഴാണ് ഒരാൾ നടന്നു പോകുന്നത് കണ്ടത്. ഐ ക്യാൻ ബ്ലോ എവേ ഹിസ് ഷർട്ട്, അപ്പം നമ്മുടെ വിൻഡ് കാറ്റ് എന്താണ് പറയുന്നത്? ഐ ക്യാൻ ബ്ലോ എവേ ഹിസ് ഷർട്ട്, എനിക്കെന്താണ് അവൻ്റെ ഷർട്ട് ഊതി പറപ്പിക്കാൻ കഴിയുന്നില്ലേ, ബ്ലോ എവേ അത് ഒഴിവാക്കാൻ കഴിയുമെന്ന് പറയാണ്. ദി വിൻഡ് സ്റ്റാർട്ടഡ് ടു ബ്ലോ വിൻഡ് എന്തായി, കാറ്റെന്തായി, അത് ഊതാൻ തുടങ്ങിയില്ലേ, പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഊതാൻ തുടങ്ങി. ദി വിൻഡ് ട്രൈഡ് ടു ടേക്ക് എവേ ദി മാൻസ് ഷർട്ട്, ആ മനുഷ്യൻ്റെ ഷർട്ട് കുപ്പായം എന്താണ് എടുക്കാൻ വേണ്ടിയിട്ട് കാറ്റ് ശ്രമിച്ചു ബട്ട് ഹീ ഹെൽഡ് ഓൺ ടു ഇറ്റ്, പക്ഷേ എന്താണ് അത് അവൻ്റെ മേത്ത് തന്നെ ഉണ്ടായിരുന്നു അത് പറത്തിക്കാൻ കഴിഞ്ഞില്ല. ഹൗ കോൾഡ് ഇറ്റ് ഈസ്, അപ്പോൾ മനുഷ്യൻ എന്താണ്, ആ മാൻ എന്താണ് പറയുന്നത്? എന്തൊരു തണുപ്പ് എന്തൊരു കോൾഡാണല്ലേ, കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പല്ലേ കിട്ടുക, എന്തൊരു കാറ്റല്ല എന്തൊരു തണുപ്പാണല്ലേ, കാറ്റടിച്ചാൽ നല്ല തണുപ്പ് കിട്ടുമല്ലേ, അപ്പോൾ എന്തൊരു തണുപ്പാണെന്ന് പറയാണ്. അല്ലാതെ ഷർട്ട് ഊരി പോകുമോ? ഇല്ല. നമ്മുടെ വിൻഡിൻ്റെ ടേൺ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സൺ എന്താണ് പറയുന്നത്? നൗ ഇറ്റ്സ് മൈ ടേൺ, ഇനി എൻ്റെ ടേൺ ആണ് ദി സൺ സ്റ്റാർട്ടഡ് ബ്ലേസിങ് സൺ എന്താണ് ജ്വലിക്കാൻ തുടങ്ങിയില്ലേ, കത്തി ജ്വലിക്കാൻ തുടങ്ങി. ദി മാൻ ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്, അപ്പോൾ മാൻ എന്ത് ചെയ്തു? കുപ്പായം ഊരി. അപ്പോൾ ഈ മാൻ എന്താണ് പറയുന്നത്? വാട്ട് എ സ്ട്രേഞ്ച് ഡേ, എന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള
അതിശയകരമായ അല്ലെ, ഒരു അതിശയമായിട്ടുള്ള ദിവസം അല്ലേ. വാട്ട് എ സ്ട്രേഞ്ച് ഡേ, നല്ല സ്ട്രേഞ്ച്, എന്തൊരു സ്ട്രേഞ്ചാണ്. ഇറ്റ് വാസ് കോൾഡ് ഏർലിയർ, നേരത്തെ എന്താണ് ഭയങ്കര തണുപ്പായിരുന്നു. നൗ ഇറ്റ്സ് ഹോട്ട് അല്ലേ, ഇപ്പോൾ എന്താണ് ഭയങ്കര ചൂടും അല്ലേ. നമ്മൾ ഒരേ സമയം തന്നെ എന്താണ് പെട്ടെന്ന് നമ്മളെന്താണ് നമുക്ക് ഭയങ്കര തണുപ്പടിക്കുകയാണ്, നല്ല കാറ്റ്, അപ്പം തന്നെ നല്ല വെയിലും വന്നിട്ട് നമുക്ക് ഹോട്ട് ഭയങ്കര ചൂട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ എന്തൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ദിവസമാണല്ലേ, ഒരേ സമയം തന്നെ തണുപ്പും ചൂടുമല്ലേ. ഒരു സമയത്ത് തന്നെ മഴ പെയ്യുന്നുണ്ടാവും, അതേ സൈഡിൽ തന്നെ ഇപ്പുറത്ത് നോക്കുമ്പോൾ മഴ ഉണ്ടാവില്ല. അപ്പം നമ്മൾ പറയും എന്ത് ഭയങ്കര സ്ട്രെയിഞ്ച് ആണെന്നല്ലേ, അതിശയകരം എന്ന് പറയില്ലേ, സ്ട്രെയിഞ്ച് ഡേ എന്ന് പറയും, അതേപോലെ പറയാണ്. ഐ എഗ്രി യു ആർ സ്ട്രോങ്ങർ ദാൻ മീ അല്ലേ, ഞാൻ എന്താണ് എഗ്രി ചെയ്യുന്നു, സമ്മതിക്കുന്നു, നീയാണ് എന്നെക്കാളും സ്ട്രോങ്ങർ, ശക്തിയുള്ളതെന്ന് കാറ്റ് വിൻഡ് സമ്മതിക്കുകയാണ്. യു ആർ ടു അല്ലേ, നീയും ശക്തിയുള്ളതാണ്. ഇൻ യുവർ ഓൺ വേ, നിൻ്റെതായ വഴിയിൽ നീ എന്താണ് ശക്തിയുള്ളതാണ് അല്ലേ. സെയിം ടു യു എന്ന് പറയില്ലേ, അതേപോലെ യു ആർ ടു, നീയും എന്ന് പറയുകയാണ്. നീ എന്താണ്, നീ സ്ട്രോങ്ങർ ആണെന്ന് പറഞ്ഞില്ല, അപ്പം സണ്ണ് പറയാണ് നീയും സ്ട്രോങ് ആണ്, എന്താണ് നിൻ്റെതായ വഴിയിലല്ലേ. നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് മരങ്ങളൊക്കെ തള്ളിയിടാനും മരം പൊട്ടി അങ്ങനത്തെ ഒക്കെ വഴിയിൽ നോക്കുകയാണെങ്കിൽ കാറ്റിനും എന്താണ് ഭയങ്കര ശക്തി ഉണ്ടില്ലേ, അവൻ്റെതായ വേല നോക്കുകയാണെങ്കിൽ. ദേ ലീവ്ഡ് ഇൻ ഹാർമണി ദർ ആഫ്റ്റർ, അതിനുശേഷം എന്താണ് അവർ ഒരു ഹാർമണിയിൽ ജീവിച്ചു അല്ലെ, ഒരു ഒത്തൊരുമയിൽ. അതായത് ഞാനാണ് സ്ട്രോങ്ങർ, നീയാണ് സ്ട്രോങ്ങർ എന്ന് കച്ചറൊന്നും ഇല്ലാതെ ഒരു ഒത്തൊരുമയിൽ, നിൻ്റെതായ വഴിയിൽ നീയും സ്ട്രോങ്ങർ ആണ്, നിൻ്റെ വഴിക്ക് നീയും സ്ട്രോങ്ങർ ആണ്, രണ്ടാരും സ്ട്രോങ്ങർ ആണെന്ന് അവർ സമ്മതിച്ചൊരു ഒത്തൊരുമയിൽ ജീവിച്ചു. ആക്ടിവിറ്റി 11, റീകാസ്റ്റ് ദി സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നമ്മുടെ സ്റ്റോറി എന്താണ് നിങ്ങളുടേതായ വേർഡ്സിൽ, ഇൻ മൈ വേർഡ്സ്, നിങ്ങളുടെ വേർഡ്സിൽ എന്താണ് റീകാസ്റ്റ് ചെയ്യാനാണ് അല്ലേ. നമ്മളെല്ലാ ആക്ടിവിറ്റിയിലും ഫസ്റ്റത്തെ സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ ഉണ്ട് ഇതേപോലെ പിക്ചേഴ്സ് തരും അല്ലേ, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൻ്റെ ആൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ട് ഈ സ്റ്റോറി ഒരു പേജിലാക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് എന്താണ്, ഹൂ വോക്കപ്പ് റോക്കി, ആരാണ് റോക്കിയെ എഴുന്നേൽപ്പിച്ചത്, വോക്ക് ചെയ്തത്. വാട്ട് ഡിഡ് റോക്കി സീ, റോക്കി എന്താണ് കണ്ടത്. വാട്ട് ഡിഡ് ദി ക്രോ ഡു, ക്രോ എന്താണ് ചെയ്തത്. വാട്ട് ഡിഡ് റോക്കി ഡു ദെൻ, അതിനുശേഷം റോക്കി എന്താണ് ചെയ്തത്. ഹൂ സ്നാച്ച്ഡ് ദി ബോൺ ഫ്രം റോക്കി, റോക്കിൻ്റെ അടുത്ത് നിന്ന് ആരാണ് ആ എല്ലിലെ ബോണ് കൊത്തിപ്പറിച്ചത്, സ്നാച്ച് ചെയ്തത്. വാട്ട് ഹാപ്പൻ ടു ദി ക്രോസ് നെസ്റ്റ് ഓൺ എ റെയിനി ഡേ, മഴ ആയിട്ടുള്ള ദിവസമായത്ത് എന്താണ് ആ കാക്കയുടെ കൂടിന് എന്താണ് സംഭവിച്ചത്. വാട്ട് ഹാപ്പൻ ടു ദി മദർ ക്രോ, അല്ലെ അമ്മക്കാക്കയ്ക്ക് എന്താണ് സംഭവിച്ചത്. ഹൂ സേവ്ഡ് ദി മദർ ക്രോ, ആരാണ് അമ്മക്കാക്കയെ രക്ഷിച്ചത്, ആരാണ് റോക്കിയാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോറി റീകാസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ താഴെ എന്താണ്, ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അല്ലേ, റീകാസ്റ്റ്. നരേറ്റ് ദി സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്, യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ, നിങ്ങളുടേതായ വേർഡ്സിൽ ഈ സ്റ്റോറി നരേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ, നിങ്ങൾക്ക് എന്താണ് ചിത്രവും വരക്കാം. ഇവിടെ ചിത്രമൊക്കെ വരച്ചിട്ട് ഇതിലുള്ള ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഷോർട്ടാക്കിയിട്ട് ഈ പേജിൽ ഈ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞത്. നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റോറി എന്താണ്, ഒരു പേജിൽ ഒരു 1 പേജിൽ കൊള്ളുന്ന രീതിയിൽ ഷോർട്ടാക്കി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പിക്ചേഴ്സ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ആ പിക്ചർ ഞാൻ സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺ ഡേ എ പപ്പി നെയ്മഡ് റോക്കി വാസ് ലൈയിങ് അണ്ടർ എ ട്രീ, അല്ലെ ഒരു ദിവസം വൺ ഡേ ഒരു പപ്പി നെയ്മഡ് റോക്കി എന്നാണ് അതിൻ്റെ പേര് അല്ലേ, വാസ് ലൈയിങ് അണ്ടർ എ ട്രീ, ഒരു മരത്തിൻ്റെ താഴെ കിടക്കുകയായിരുന്നു. എ ക്രോ വോക്ക് ഹിം അപ്പ്, ഒരു കാക്ക അതിനെ എഴുന്നേൽപ്പിച്ചു അല്ലേ. ആരാണ് എഴുന്നേൽപ്പിച്ചതെന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ വോക്കപ്പ് റോക്കി, ആരാണ് എഴുന്നേൽപ്പിച്ചത്, കാക്ക. അപ്പോൾ ആ ആൻസർ ഇതിൽ വന്നു അല്ലേ. ഹീ സോ എ കാറ്റ് ചേസിങ് എ സ്ക്യൂറൽ, അപ്പോൾ അവൻ എന്ത് കണ്ടു, ഒരു കാറ്റ്, ഒരു പൂച്ച ഒരു സ്ക്യൂറലിനെ ചേസ് ചെയ്യുന്നത്, പിന്തുടരുന്നത് കണ്ടു. ആണ് കണ്ടതില്ലേ. വാട്ട് ഡിഡ് റോക്കി സീ, എന്താണ് കണ്ടതെന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കിട്ടിയല്ലേ. ഒരു സ്ക്യൂറലിനെ വർത്തിക്കുന്നത്, കാറ്റ് ചേസ് ചെയ്യുന്നത് കണ്ടുല്ലേ. ആ പിക്ചറും ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഉൾപ്പെടുത്തി. നെക്സ്റ്റ്, റോക്കി വാണ്ടഡ് ടു മേക്ക് ഫൺ, റോക്കിക്ക് എന്ത് തോന്നി, ഒരു തമാശ കളിക്കാൻ തോന്നി. ഹീ ചേസ്ഡ് ദി കാറ്റ്, അവൻ എന്ത് ചെയ്തു, ആ കാറ്റിനെ ചേസ് ചെയ്തു അല്ലേ. റാറ്റിൻ്റെ പുറകെ ആരോടി, കാറ്റോടി. ഈ കാറ്റിൻ്റെ പുറകെ നമ്മൾ റോക്കി എന്ന പപ്പിയും ഓടി. ദി സ്ക്യൂറൽ ഡിസപ്പിയർഡ് എമോങ് ദി ലീവ്സ്, ആ സ്ക്യൂറൽ അണ്ണാൻ എന്താണ് ആ ലീവ്സ് ഇലകൾക്കിടയിൽ ഡിസപ്പിയർഡായി, അപ്രത്യക്ഷപ്പെട്ടു, കാണാതായി അല്ലേ. റോക്കി സ്റ്റാർട്ടഡ് ടു ക്ലൈം ദി ട്രീ ഫോളോവിങ് ദി കാറ്റ്, ആ കാറ്റിനെ ഫോളോ ചെയ്തിട്ട് പിന്തുടർന്നിട്ട് റോക്കി എന്താണ് ആ മരത്തിൻ്റെ മുകളിൽ കയറാൻ നോക്കിയല്ലേ, സ്റ്റാർട്ട് ചെയ്തു. ദി ക്രോ സ്റ്റാർട്ടഡ് ടു ഫ്ലൈ അറൗണ്ട് റോക്കി, അപ്പോൾ നമ്മുടെ കാക്ക എന്ത് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി, റോക്കിൻ്റെ ചുറ്റും പറക്കാൻ തുടങ്ങി, ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. ദി ക്രോ ഹാഡ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ ദി ട്രീ, അല്ലേ ക്രോക്ക് എന്താണ് അതിൻ്റെ കൂട് ആ മരത്തിലുണ്ട്, നെസ്റ്റ് ഉണ്ട് അല്ലേ. ബട്ട് ദി കാറ്റ് എസ്കേപ്ഡ്, പക്ഷേ ആ കാറ്റ് എന്താണ് രക്ഷപ്പെട്ടു, എസ്കേപ്പായി. റോക്കി സ്റ്റുഡ് ഓൺ ഇറ്റ്സ് ഹിൻഡ് ലെഗ്സ് ആൻഡ് സ്റ്റാർട്ടഡ് ടു വാക്ക് എവേ, റോക്കി എന്താണ് അവൻ്റെ പിൻകാലുകളിലെ ഹിൻഡ് ലെഗ്സിൽ നിൽക്കാൻ തുടങ്ങി. ആൻഡ് സ്റ്റാർട്ടഡ് ടു വാക്ക് എവേ, എന്നിട്ട് എന്താണ് നടക്കാൻ തുടങ്ങി, നടന്നു നീങ്ങി. ഓൺ ദി വേ ഹി ഗോട്ട് എ ബോൺ, ആ വഴിക്ക് എന്താണ് അവനൊരു എല്ല് കിട്ടി. ദി ക്രോ സ്നാച്ച്ഡ് ദി ബോൺ ഫ്രം ഹിം, ആ കാക്ക എന്താണ് ആ ബോൺ ആ എല്ലെന്താണ് സ്നാച്ച് ചെയ്തു അല്ലേ, കുത്തിപ്പറിച്ചു അല്ലേ, സ്നാച്ച് ചെയ്ത് കൊണ്ടുപോയി. കാക്കച്ചി എന്താണ് ആ ബോണ് സ്നാച്ച് ചെയ്ത് കൊത്തിപ്പറിച്ച് കൊണ്ടുപോയി.
വാട്ട് ഡിഡ് ദി ക്രോ ഡു? കാക്ക എന്താണ് ചെയ്തത് അല്ലേ? റോക്കിയുടെ ചുറ്റും പറന്നു അല്ലേ? വാട്ട് ഡിഡ് റോക്കി ഡു ദെൻ? റോക്കി എന്താണ് ചെയ്തത് അല്ലേ? പിൻകാലുകളിൽ നിന്നു അല്ലേ? അതൊക്കെ നമ്മൾ ഇത് ഉൾപ്പെടുത്തി. എന്നിട്ട് എന്താ വൈ ഹൂ സ്നാച്ച്ഡ് ദി ബോൺ ഫ്രം റോക്കി? ആരാണ് ബോൺ സ്നാച്ച് ചെയ്തത് അല്ലേ? റോക്കിയുടെ അടുത്തുനിന്ന് കാക്കയാണല്ലേ ആൻസർ. അത് നമ്മൾ ഉൾപ്പെടുത്തി. നെക്സ്റ്റ് എന്താണ്? കാറ്റിൽ മരം വീഴുന്നതല്ലേ? നെക്സ്റ്റ് വിൻഡിൻ്റെ അല്ലേ? എ വിൻഡ് സ്റ്റാർട്ടഡ് ടു ബ്ലോ. ഒരു കാറ്റ് വീശാൻ തുടങ്ങിയല്ലേ വിൻഡ്. എ ബ്രാഞ്ച് ഓഫ് ദി ട്രീ ബ്രോക്ക് ആൻഡ് ദി നെസ്റ്റ് ഫെൽ ഡൗൺ അല്ലേ? ഒരു മരത്തിൻ്റെ ഒരു കൊമ്പ്, ഒരു ബ്രാഞ്ച് എന്താണ്? പൊട്ടിപ്പോയി, ബ്രോക്ക് ചെയ്തു, പൊട്ടിപ്പോയി. ആൻഡ് ദി നെസ്റ്റ് ഫെൽ ഡൗൺ, എന്നിട്ട് എന്താണ്? ആ കൂട് നിലത്ത് വീണു. ദി മദർ ക്രോ വാസ് കോട്ട് അണ്ടർ ദി ബ്രാഞ്ച് അല്ലേ? അമ്മക്കാക്ക എന്താണ്? ആ ബ്രാഞ്ചിൻ്റെ, ആ കൊമ്പിൻ്റെ അടിയിൽ പെട്ടുപോയി അല്ലേ? ഈ പിക്ചറിലുള്ളതും ഉൾപ്പെടുത്തി. റോക്കി സേവ്ഡ് ദി ലൈഫ് ഓഫ് മദർ ക്രോ. അപ്പോൾ റോക്കി എന്ത് ചെയ്തു? ആ അമ്മക്കാക്കയെ രക്ഷിച്ചു അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലേ? റോക്കിയാണ് സേവ് ചെയ്തത്. റോക്കി സേവ്ഡ് ദി ലൈഫ് ഓഫ് മദർ ക്രോ. അമ്മക്കാക്കയെ രക്ഷിച്ചത് ആരാണ്? നമ്മുടെ റോക്കിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഷോർട്ടാക്കിയിട്ട് നമ്മൾ ഈ സ്റ്റോറി ഫുൾ എഴുതിയിട്ടുണ്ട്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആക്ടിവിറ്റി 12 ഒബ്സർവ് ദി പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ് അല്ലെ? നിങ്ങളുടെ ക്രിയേറ്റീവ് സ്പേസിൽ ഒരു സ്റ്റോറി എഴുതാനാണ്. അപ്പോൾ ഈ പിക്ചറിലുള്ളതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത് അല്ലേ? അത് ഒരു സ്റ്റോറി ആയിട്ട് നിങ്ങളുടെ ഈ ക്രിയേറ്റീവ് സ്പേസ് നെക്സ്റ്റ് പേജിൽ ഇവിടെ ഒരു സ്റ്റോറി ഉണ്ടാക്കി എഴുതാനാണ് പറഞ്ഞത്. ഈ പിക്ചറിലുള്ളത് ഒരു സ്റ്റോറി ആക്കിയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ പിക്ചറിലുള്ളത് അല്ലേ? ഫസ്റ്റ് എന്താണ്? റാബിറ്റ് ഒരു ഡ്രീം, ഒരു സ്വപ്നം കാണുന്നുണ്ടല്ലേ? എന്താണ്? ഒരു ഗാർഡൻ ഉണ്ടാക്കുന്ന സ്വപ്നം, ഒരു ഗാർഡൻ ആണല്ലേ? അപ്പോൾ അത് അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും. എന്നിട്ട് എന്ത് ചെയ്യും അല്ലേ? റാറ്റ് കുഴി കഴിക്കുന്നുണ്ട്, കാക്കച്ചി വിത്തിടുന്നുണ്ട്, എലിഫൻറ്റ് വെള്ളം നനയ്ക്കുന്നുണ്ട് അല്ലേ? ലാസ്റ്റ് എന്താണ്? വിത്തുണ്ടായിട്ട്, വിത്ത് മുളച്ച് ചെടിയായിട്ട് നല്ല ഗാർഡൻ പോലെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതൊരു കഥ പോലെ എഴുതാം. വൺ ഡേ എ റാബിറ്റ് സോ എ ഡ്രീം ഓഫ് മേക്കിംഗ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. വൺ ഡേ ഒരു ദിവസം, എ റാബിറ്റ് സോ എ ഡ്രീം അല്ലെ? ഒരു റാബിറ്റ്, ഒരു മുയൽ എന്താണ്? ഒരു സ്വപ്നം കണ്ടു. ഓഫ് മേക്കിംഗ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, ഒരു എന്താണ് കണ്ടത്? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് മനോഹരമായ ഗാർഡൻ ഉണ്ടാക്കുന്നത്, പൂന്തോട്ടം ഉണ്ടാക്കുന്നതാണ് സ്വപ്നം കണ്ടത്. ഈ ഷെയർഡ് ഹിസ് ഡ്രീം വിത്ത് ഹിസ് ഫ്രണ്ട്സ് അല്ലേ? അവനെന്താണ്? അവൻ്റെ ആ ഡ്രീം, ആ സ്വപ്നം എന്താണ്? ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തു, ചർച്ച ചെയ്തു, അവരോട് പറഞ്ഞു. ഇതാ പറയുന്നു, ഡ്രീം കാണുന്നു, അവരോട് ചർച്ച ചെയ്യുന്നു. ദേ അഗ്രീഡ് ടു ഹെൽപ്പ് ഹിം. അവരെന്താണ്? അവനെ സഹായിക്കാമെന്ന് വാക്ക് കൊടുത്തു അല്ലേ? അഗ്രി ചെയ്തു. ദി റാറ്റ് ഡിഗ് പിറ്റ്സ്. റാറ്റ് എന്താണ്? മാളങ്ങൾ കുഴിച്ചു കൊടുത്തു അല്ലേ? ദി ക്രോസ് സോ ദി സീഡ്സ്. കാക്കച്ചി എന്താണ്? ആ സീഡ്സ്, വിത്തുകളെല്ലാം വിതച്ചു അല്ലേ? ദി എലിഫൻറ്റ് വാട്ടേർഡ് ദി ഗ്രൗണ്ട്. എലിഫൻ്റ് എന്താണ്? വെള്ളം നനച്ചു അല്ലേ? വാട്ടർ ചെയ്തു. ഗ്രൗണ്ട് ആ നിലൊക്കെ വാട്ടർ ചെയ്തു. ദി കൗ ഗേവ് മാനുവർ. കൗ എന്താണ്? വളമിട്ട് കൊടുത്തു അല്ലേ? മാനുവർ വളമിട്ട് കൊടുത്തു. ആഫ്റ്റർ സം ഡേയ്സ് സ്മോൾ സാപ്ലിങ്സ് ഗ്രൂ അപ്പ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ സം ഡേയ്സ് സ്മോൾ സാപ്ലിങ്സ് ഗ്രൂ അപ്പ് അല്ലേ? ചെറിയ സാപ്ലിങ്സ്, വിത്ത് മുളച്ചിട്ട് ചെറിയ ചെടിയായി അല്ലേ? ദേ ഗ്രൂ അപ്പ് ഇൻ ടു ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഫിൽഡ് വിത്ത് ഫ്ലവേഴ്സ്. അവ വളർന്നിട്ടില്ലേ? ഗ്രോ ചെയ്തിട്ട് എന്താണ്? ബ്യൂട്ടിഫുൾ, നല്ല മനോഹരമായിട്ടുള്ള ചെടികളും മരങ്ങളും ഒക്കെ, നല്ല പൂക്കളുള്ള ചെടികളൊക്കെ ആയിട്ട് വളർന്നു അല്ലേ? ദസ് ദി റാബിറ്റ്സ് ഡ്രീം കെയിം ട്രൂ. അങ്ങനെ റാബിറ്റിൻ്റെ എന്താണ്? സ്വപ്നം എന്താണ്? സത്യമായി അല്ലേ? ട്രൂ ആയി. ആക്ടിവിറ്റി 13 ഒബ്സർവ് ദി പിക്ചർ. ഈ പിക്ചർ നിരീക്ഷിക്കാൻ, ഒബ്സർവ് ചെയ്യാൻ. ആൻഡ് ദി ലിസ്റ്റ് ഓഫ് ആനിമൽസ് ഗിവൺ ബിലോ അല്ലേ? ആനിമൽസിൻ്റെ ഒരു ലിസ്റ്റ് താഴെ തന്നിട്ടുണ്ട്. റൈറ്റ് ദി കറസ്പോണ്ടിങ് നമ്പർ ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ് അല്ലേ? ഇവിടെ ഒരു സ്പേസ് തന്നെടുത്ത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ. ജിംബാൻസി ഉണ്ട് അല്ലേ? ജിംബാൻസിൻ്റെ നമ്പർ എന്താ? 13 ആണ്. അപ്പോൾ 13 ഇവിടെ എഴുതുക. അങ്ങനെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ഇവിടെ എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ലിസ്റ്റ് ദി ആനിമൽസ് ഇൻ ദി ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതിനെന്താണ്? ആൽഫബറ്റിക് ഓർഡറിൽ ഈ ആനിമൽസിൻ്റെ നെയിമില്ലേ? അത് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ABCDEFG എന്നുള്ള ഓർഡറില്ലേ? ആ ആൽഫബറ്റിൻ്റെ ആ ഓർഡറിൽ എ ഉള്ളത്, എ വെച്ച് തുടങ്ങുന്ന ആനിമൽസ് ഫസ്റ്റ് എഴുതുക, ദെൻ ബി വെച്ചിട്ടുള്ളത് സെക്കൻഡ് എഴുതുക. അങ്ങനെ ആ ഓർഡറിൽ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതിലുള്ള കറസ്പോണ്ടിങ് നമ്പേഴ്സ് ഇവിടേക്ക് എഴുതുക. അതായത് 13 ഏതാണ്? ജിംബാൻസി അല്ലേ? ഇത് ജിംബാൻസി അല്ലേ? അപ്പോൾ ജിംബാൻസിൻ്റെ അവിടെ 13 എന്നുള്ള നമ്പർ എഴുതുക. ഇത് സ്ക്യൂറൽ അല്ലേ? അപ്പോൾ സ്ക്യൂറൽ അണ്ണാൻ്റെ അവിടെ 15 എഴുതുക. ദെൻ ഇതെന്താ? 21 എന്താണ്? സീബ്രയാണല്ലേ? സീബ്രൻ്റെ അവിടെ 21 എഴുതുക. ദെൻ ഇതൊക്കെ തന്നിട്ടുണ്ട്. 20 എന്താ? 25 ഏതാ അല്ലേ? ഇവിടുന്ന് നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. 10 എന്താണ്? അലിഗേറ്റർ ആണ്. ഇതാ 10 അല്ലേ? അപ്പോൾ 10 ഇവിടെ എഴുതുക. അപ്പോൾ എന്താണ്? ഇവിടെയുള്ള കറസ്പോണ്ടിങ് നമ്പേഴ്സ് നിങ്ങൾ ഇതിലെടുത്ത് എഴുതുക. ഞാനിവിടെ ഓരോന്നും എടുത്ത് എഴുതിയിട്ടുണ്ട്. 12 എന്താണ്? കങ്കാരു ആണല്ലേ? 12 കങ്കാരു ആണ്. അപ്പോൾ ഇത് കങ്കാരു അല്ലേ? അപ്പോൾ കങ്കാരുവിൻ്റെ ആ നമ്പറിൽ 12 എന്ന് എഴുതുക. 18 എന്താണ്? ടൈഗർ ആണ്. ഇവിടെ ടൈഗർ ഇത് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ടൈഗറിൻ്റെ അടുത്ത് 18 എഴുതുക. ഇതവിടെ 3 ആണ്. എലിഫൻറ്റ് 3 ആണ്. അപ്പോൾ എലിഫൻറ്റിൻ്റെ അടുത്ത് 3 നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് ഫസ്റ്റ് വൺ എന്താണ്? യാക്കാണ് അല്ലേ? സെക്കൻഡ് വൺ ലയൻ ആണ്.
അപ്പോൾ ലയൻ്റെ നമ്പർ എന്താണ് 2 ആണ്. അപ്പോൾ 2 എന്ന് എഴുതുക. ഇതാ ഇവിടുന്ന് ഓരോന്നിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് അല്ലേ. ഇതെന്താണ് 17 എന്താണ് ഹിപ്പോപ്പൊട്ടാമസ് ആണല്ലേ. അപ്പോൾ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ 17 എന്നുള്ള നമ്പർ ഇതിൽ എഴുതുക. അങ്ങനെ ഓരോന്നിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് എടുത്തിട്ട് നിങ്ങൾ ഓരോന്നെന്താണ് ജിറാഫാണ്. ജിറാഫിൻ്റെ നമ്പർ എത്രയാണ് നോക്കുക അല്ലേ. ജിറാഫിൻ്റെ നമ്പർ എത്രയാണ് 8 ആണ്. അപ്പോൾ 8 എന്ന് ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് എന്താണ് ആൽഫബറ്റിൻ്റെ ഓർഡറിൽ ABCDEFG HIJK LMNOPQ RST UVWXYZ അല്ലേ. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഈ ആനിമൽസിൻ്റെ നെയിം എന്താണ് ഓർഡറിലാക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ് ഇതിൽ അലിഗേറ്റർ ആണല്ലേ. ഇത് അലിഗേറ്റർ അല്ലേ. അലിഗേറ്ററാണ് A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. B വെച്ചിട്ട് ബിയർ, C ചിമ്പാൻസി, ഡിയർ എലിഫൻറ്റ്, ഫോക്സ് ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്, ഇഗ്വാന ജാഗർ, കങ്കാരു ലയൺ, മീർക്കറ്റ്, നിൽഗൈ, ഒറാങ്ങുട്ടാൻ, പോർക്യുപ്പീൻ, കോക്ക, റാബിറ്റ്, സ്ക്വറൽ, ടൈഗർ, യൂറിയൽ, വോൾ, വാർത്തോഗ്, സെനുറിൻ, യാക്ക്, സീബ്ര. ഓർഡറിൽ ഇവിടെയുള്ള ഈ ആനിമൽസിൻ്റെ നെയിം ഓർഡറിലാക്കി എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 14 ഡിജി ടാസ്ക് വീഡിയോ ക്ലിപ്പ്. ഡു യു ഹാവ് എ പെറ്റ്? നിങ്ങൾക്ക് എന്താണ് ഒരു പെറ്റ് ഉണ്ടോ? അതായത് നിങ്ങൾ വിനോദത്തിന് വളർത്തുന്ന ആനിമൽസ്, ഡോഗ്, കാറ്റ് അങ്ങനത്തെ പെറ്റ്സ് ഇല്ലേ, അതുണ്ടോ? ട്രൈ ടു വീഡിയോ റെക്കോർഡ് ദി ആക്ഷൻസ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് യുവർ പെറ്റ് വിത്ത് ഓഡിയോ കമൻട്രി അല്ലേ. നിങ്ങളുടെ പെറ്റുമായിട്ടുള്ള ഒരു ആക്ഷൻസ്, അതിൻ്റെ ചലനങ്ങളൊക്കെ ഒരു റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഓഡിയോ കൂടി അതിൽ കൊടുത്തിട്ട് വീഡിയോ എടുക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് സെൻഡ് ടു യുവർ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓഡിയോ ഡയറി. Record an audio clip narrating an interesting event such as കലോത്സവം, സ്പോർട്സ് മീറ്റ് എക്സെട്ര ഹെൽഡ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ നടന്നൊരു സ്പോർട്സ് മീറ്റോ കലോത്സവമോ അതിൻ്റെ ഒക്കെ ഒരു ഓഡിയോ കമൻട്രി, ഒരു ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം എല്ലാ ആക്ടിവിറ്റി 14 വരെ എല്ലാ ആക്ടിവിറ്റി നമ്മൾ ചെയ്തു. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വീഡിയോസും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.